ഹലോ ഹലോ. ആ പറയൂ. വിജയകുമാറാണോ? ആ പറയൂ വിജയേട്ടാ. എത്താറായോ മനു? ഇല്ലേ, എത്താറാവുന്നേ ഉള്ളൂ. ആ പിന്നെ വീടൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മനു. മനുവിന്റെ അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുക പ്രേക്ഷകർ. ഓക്കെ, വിഷ് യു ഗുഡ് ലക്ക്. ഓക്കെ, താങ്ക് യു വിജയേട്ടാ. ഇതിപ്പോ എവിടുന്ന് വന്നത്? തൂവാലേ, ഒരു നമ്പറൊക്കെ കാണുന്നുണ്ടല്ലോ. കിടക്കട്ടെ അവിടെ. മറന്നു. നയൻ 989541. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. കിട്ടുന്നില്ലല്ലോ. എന്തത്? എന്താ സേവ് ചെയ്യുക? വെള്ളത്തൂവാല. ആരെ പാതിരക്ക്? ഹലോ ഹലോ ഹലോ. അതെ, നിങ്ങളുടെ ഒരു തൂവാല കളഞ്ഞു പോയിട്ടുണ്ടോ? അങ്ങേക്കത് കിട്ടിയോ? അതെ, അതെന്റെ കയ്യിലുണ്ട്. എങ്കിൽ എനിക്കത് തിരിച്ചു തന്നൂടെ? അതെ, നിങ്ങളുടെ വീട് എവിടെയാ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്റെ സ്ഥലം പറഞ്ഞു തരാം. നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിച്ചോ. എനിക്കവിടെ വരാൻ കഴിയില്ല. അതിവിടെ എത്തിക്കാൻ എത്ര പണം ചെലവായാലും അത് ഞാൻ തന്നോളാം. അതെ, ഇവിടെ നിന്ന് ഒരുപാട് ദൂരം അങ്ങോട്ട് ഡ്രൈവ് ചെയ്യണ്ടേ? ഒരു തൂവാലയല്ലേ, അതിനിപ്പോൾ ഇത്രയൊക്കെ വിലയുണ്ടോ? പുതിയതൊന്ന് വാങ്ങിയാൽ പോരെ. ഞാൻ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ആ തൂവാല എനിക്ക് എന്തിനേക്കാളും പ്രിയപ്പെട്ടതാണ്. എന്താണാവോ തൂവാലയ്ക്ക് ഇത്ര പ്രത്യേകത? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാലേ ഇത് എത്തിച്ചേരേണ്ട കാര്യം എനിക്കില്ല.
വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചോളൂ. ഞാൻ സ്ഥലം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞില്ലേ എനിക്കവിടെ വരാൻ കഴിയില്ല. ഇത് ഞാൻ കൊണ്ടുവന്ന് തരികയും വേണം. എന്നാ അതിൻ്റെ പ്രത്യേകത പറയാനും വയ്യ. അതറിഞ്ഞിട്ട് താങ്കൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. പറയാൻ പറ്റുമെങ്കിൽ മാത്രം വിളിക്കുക. എന്നിട്ട് കൊണ്ടുവന്ന് തരണോ വേണ്ടയെന്ന് ഞാൻ തീരുമാനിക്കാം. ഇന്നെന്താ തൂവാലക്കാരിയുടെ വിളിയൊന്നും വന്നില്ലല്ലോ. ഇപ്പൊ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. കൊള്ളാലോ. ഹലോ. ഹലോ. അതെ, എന്തായി തൂവാലയുടെ രഹസ്യം പറയാവോ? അത് ഒരതും ഇതുമില്ല. പറഞ്ഞ ഞാൻ കൊണ്ടുതരാം. അല്ലെങ്കിൽ ദയവേത് കട്ട് ചെയ്യല്ലേ, ഞാൻ പറയാം. ആ പറയൂ. അതെന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ട ഒരാൾ വാങ്ങിത്തന്നതാണ്. ഓഹോ, ആരാണ് ഈ ജീവന്റെ ജീവൻ? കാമുകനാ? എന്നാൽ ആ ജീവന്റെ ജീവനോട് പറ അതുപോലൊന്ന് വേറെ വാങ്ങിത്തരാൻ. ഹലോ. വാങ്ങിത്തരാൻ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഓ സോറി, ഐ ആം റിയലി സോറി. കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എങ്ങനെയാണ് അദ്ദേഹം? ഒരു ദിവസം റോഡരികിലെ ചതിപ്പിൽ നിന്നാണ് ശരീരം കിട്ടിയത്. എന്താ സംഭവിച്ചത്? അറിയില്ല. അദ്ദേഹത്തിന്റെ പേര്? ജീവൻ. ജീവൻ? നാളെ എന്തായാലും ഞാൻ ആ തൂവാല അവിടെ എത്തിച്ചിരിക്കും. ഷുവർ. ഹലോ. ആ പറയൂ. ഹലോ സാറേ, സൈമണാണ്. പറയൂ സൈമ. സാർ ഇവിടെ ഉണ്ടോ? ഞാൻ നാളെ വന്നാൽ കാണാൻ പറ്റുമോ? നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് സൈമ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി സാർ, താങ്ക് യു. അതെ, മണിയടിക്കണ്ട, അച്ഛൻ കേൾക്കും. തന്നോളൂ.
ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും മറക്കില്ല. അതെ, ഈ സ്ഥലം അത്ര നല്ലതല്ല കേട്ടോ. വേഗം പോയിക്കോളൂ. ആരാ? എന്താ അവിടെ? ഞാനിവിടുത്തെ കുട്ടിയെ കാണാൻ. കുട്ടിയോ? ഏത് കുട്ടി? ഇവിടെ ആകെ കൂടി ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അതിൻ്റെ 5ാം ചാർത്തതിനാന്ന് ചരമവാർഷികം. മനസ്സിലായ നിനക്ക്? കീഴ്ജാതിയിൽപ്പെട്ട ഒരാളെ പ്രേമിച്ചതിന് അവളെ ശാസിച്ചു നോക്കി, തല്ലി നോക്കി. ഒടുവിൽ അനുസരിക്കില്ല എന്ന് കണ്ടപ്പോ അവനെ ചവിട്ടി താഴ്ത്തി കൊന്നു. അവളുടെ മഹാമാന്ത്രികൻ അച്ഛൻ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നു എന്നറിഞ്ഞപ്പോ അയാള് ഉപാസനാമൂർത്തികൾക്ക് കൊരുതി കൊടുത്തു. സ്വന്തം മകളെ ഒന്നല്ല 2 ജീവൻ. ഒടുവിൽ ഭ്രാന്തനായി അലഞ്ഞലഞ്ഞ് അയാൾ ഒടുങ്ങി. പോവാ, പൊയ്ക്കോളുക, ഇറങ്ങി പോവുക. ഒരു നമ്പറൊക്കെ കാണുന്നുണ്ടല്ലോ. എന്തപ്പോൾ സംഭവം? ഇവിടെയാണെങ്കിൽ ആരും കാണുന്നില്ല. ഒന്ന് വിളിച്ചു നോക്കാം. എന്താണെന്നറിയാലോ. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വിളിക്കുക. എന്തേലും ആവട്ടെ, പോവാൻ നോക്കാം. ഹലോ. ഹലോ, വിജയകുമാറാ മനു? പറയൂ ചേട്ടാ. എഴുത്തൊക്കെ അവിടെ വരെ മനു? കഴിഞ്ഞു. 1 ലൈൻ ഈസ് ഓവർ. വെരി ഗുഡ്, വെരി ഗുഡ്. സബ്ജക്റ്റിന്റെ പേരൊക്കെ ഇട്ടോ? പേരിട്ടു. എന്താ മനു പേരിട്ടത്? അത് പറയണോ? പിന്നെ അറിയണ്ടേ അത്? ഇതിന്റെ പേര്